കരുണയുടെ അവസാന മണിക്കൂർ 40 നവയുഗമതം ന്യൂ ഏജ് റിലീജിയൻ. ക്രിസ്തീയതയ്ക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ രൂക്ഷമാകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് എന്നോട് ചേർന്ന് നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ പ്രതിരോധിക്കാൻ ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ നുണകൾ വിഴുങ്ങാൻ നിങ്ങൾ നിർബന്ധിതരാകും. അത് നിങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. ഭൂമിയിലെ എൻ്റെ സഭയെ തകർക്കുന്നതിലൂടെ സാത്താൻ പദ്ധതിയിടുന്നത് എൻ്റെ അനുയായികളുടെ വിശ്വാസം തകർക്കാനാണ്. ഇപ്പോൾ തന്നെ എൻ്റെ അനുയായികളിൽ അനേകർ എന്നെ ആരാധിക്കാതെയായി കഴിഞ്ഞു. കാരണം അവരുടെ അഭിപ്രായത്തിൽ സഭയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരുടെ പാപങ്ങൾക്ക് ഉത്തരവാദി ഞാനാണ്. അവർ ആ പാപത്തിന് എന്നെ കുറ്റപ്പെടുത്തും. അവൻ, പിശാച്, എൻ്റെ മക്കളെ തങ്ങളുടെ വിശ്വാസം ത്യജിക്കാൻ പ്രലോഭിപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ നവയുഗ മതം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ മതം തന്നെ അതിനായി ഉപയോഗിക്കുന്നു. കാരണം അവർ സത്യസഭയുടെ, എൻ്റെ സഭയുടെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും എടുത്തു മാറ്റാനും സഭയുടെ കൽപ്പനകളെയെല്ലാം എതിർക്കാനും തള്ളിക്കളയാനും ആഗ്രഹിക്കുന്നു. ദൈവത്തെ പോലെ ആകാൻ മാത്രമല്ല, ദൈവത്തേക്കാൾ ഉയരത്തിലെത്താൻ ആഗ്രഹിച്ച ലൂസിഫറിനെ പോലെയാണവർ. ഈ ലോക കേന്ദ്രീകൃതമായ ഒരു വ്യാജ വിശ്വാസം കൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ പാകത്തിൽ അവൻ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വഴിതെറ്റിക്കുന്നു. വ്യാജ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അനേകർക്ക് നാശകാരണമായിട്ടുണ്ട്. അതവരെ അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ പീഡിപ്പിക്കാനായി സാത്താൻ അവൻ്റെ ദൂതന്മാരെയും ദുഷ്ടാരൂപികളെയും അയക്കുന്നു. ഈ പൈശാചിക ദൂതന്മാരെ കാണാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഭയന്നു വിറയ്ക്കുമായിരുന്നു. 2-3 ദുഷ്ടാരൂപികൾക്ക് നിങ്ങളെ വളഞ്ഞ് നഗ്നനാക്കി അപമാനിക്കാൻ കഴിയും. അവർക്ക് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനും അസഹ്യപ്പെടുത്താനും മറ്റുള്ളവർക്കെതിരെയുള്ള ദ്രോഹചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാനും കഴിയും. പിശാചിൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരും എൻ്റെ സഭയും എൻ്റെ മക്കളും ഭൂമിയിൽ എന്നെ പ്രതിനിധീകരിക്കുന്നവരും ആണ്. അടുത്തതായി അവൻ ഉന്നം വയ്ക്കുന്നത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മേൽ അധികാരമുള്ള ഉന്നത സ്ഥാനീയരെയാണ്. അവൻ അഴിമതി കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും വേദനയും കഷ്ടപ്പാടും മാത്രം കൊണ്ടുവരുന്ന ദുഷ്ടനിയമങ്ങൾ കൊണ്ടും അവരെ പ്രലോഭിപ്പിക്കുന്നു. അടുത്തതായി അവൻ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആയുധം. മാനസാന്തരമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ എൻ്റെ സ്വരം കേൾക്കപ്പെടുമെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാക്കളുടെ രക്ഷ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യൻ്റെ ഭാവനയിൽ വിരിഞ്ഞ അനേകം വ്യാജ മതങ്ങളും വ്യാജ സിദ്ധാന്തങ്ങളും ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കളെ നരകത്തിലേക്ക് നയിക്കുന്ന അപകടകരമായ വ്യാജ വിശ്വാസമാണ് അനേകരെ നയിക്കുന്നത്. എൻ്റെ സഭകളിൽ ആഘോഷങ്ങളും വിരുന്നുകളും മറ്റു തരത്തിലുള്ള വിനോദ പരിപാടികളും നടത്തപ്പെടുകയും അത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു പുതിയ ഏകലോക മതം ആയിത്തീരുകയും ചെയ്യുന്നു. അത് എല്ലാവർക്കും കാണത്തക്ക വിധത്തിലുള്ള ഗൂഢമായ സാത്താനിക ബിംബങ്ങളാൽ മുദ്രിതമായിരിക്കും. അവിടെ മൃഗത്തെ വിഗ്രഹവൽക്കരിക്കുകയും ചെയ്യും. എല്ലാ പാപങ്ങളും പരസ്യമായി വാഴ്ത്തപ്പെടുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അതിനെ സ്വീകരിക്കുകയും ചെയ്യും. എന്നോട് വിശ്വസ്തരായി തുടരുന്ന എൻ്റെ വിശുദ്ധ ശുശ്രൂഷകർക്ക് കുർബാനകൾ രഹസ്യത്തിൽ അർപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. മൃഗത്തിൻ്റെ വണക്കത്തിനായി പണിയപ്പെടുന്ന ഒരു പുതിയ ദേവാലയത്തിലേക്ക് ഇനി ഏറെ ദൂരമില്ല. ആ സമയം വളരെ അടുത്താണ്. സമാധാനത്തിൻ്റെ മനുഷ്യനായി ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എതിർ ക്രിസ്തുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ദേവാലയം പണിയപ്പെടുന്നത്. നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന നുണകൾ എൻ്റെ പിതാവിൻ്റെ വചനത്തെ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ക്രിസ്തീയ വിശ്വാസത്തെയും നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കാട്ടുതീ പോലെ പെട്ടെന്ന് പടർന്നു വ്യാപിക്കും. ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ മറനീക്കി വന്നു തുടങ്ങിക്കഴിഞ്ഞു. നുണകളുടെ രാജാവ് കൊണ്ടുവരുന്ന ഇത്തരം നിയമങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അഗാധമായ ഗർത്തത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ അനുവദിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും തടയുന്ന ഇത്തരം നിയമങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തന്നെ ആവശ്യമായ പോഷണം ലഭിക്കാത്ത അവസ്ഥയിലാണ്. അതിനാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റപ്പെടും. ഞാൻ പറയുന്ന പീഡനം ഒരേ സമയം ശാരീരികവും ആത്മീയവുമാണ്.
അതിഭയങ്കരമായ ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും എല്ലായിടത്തുമുള്ള എല്ലാ ക്രിസ്തീയ സഭകളിലെ അംഗങ്ങളും അതീവ ദുഃഖത്തോടെ അതിനെല്ലാം സാക്ഷികളാകും. കത്തോലിക്ക സഭ മതേതര ലോകത്തെ ആശ്ലേഷിക്കും. മാരക പാപം എന്നൊന്നില്ലെന്ന് പ്രഖ്യാപിക്കും. മൂലപാപങ്ങളെയും പാപത്തെ തന്നെയും നിഷേധിക്കുകയും നിഷ്കളങ്ക മനസ്സിനെ വഴിതെറ്റിക്കാനായി എൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് അവരോട് പറയുകയും ചെയ്യും. കുമ്പസാരം നിർബന്ധപൂർവം നിർത്തലാക്കപ്പെടും. തങ്ങളുടേതായ മാർഗങ്ങളിലൂടെ രക്ഷ തേടാൻ അവർ ജനങ്ങളോട് പറയും. അക്കാരണത്താൽ അനേകർ എൻ്റെ അടുക്കൽ നിന്ന് പാപമോചനം തേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. കാരണം പാപമെന്നത് ബോധപൂർവം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് അവർ സമ്മതിക്കില്ല. ബോധപൂർവമല്ലാത്തതിനാൽ ദൈവം എല്ലാം ക്ഷമിക്കും എന്നതായിരിക്കും അവരുടെ വാദം. കൃത്യമായും ഇതാണ് വലിയ അബദ്ധവും തിന്മയും. ഇതാകട്ടെ മുൻകൂട്ടി തന്നെ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഈ മാർഗം ഉപയോഗിച്ചാണ് എതിർ ക്രിസ്തുവും വ്യാജ പ്രവാചകനും ചേർന്ന് ദശലക്ഷക്കണക്കിന് ആത്മാക്കളെ നരകാഗ്നിയിലേക്ക് നയിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിജാതീയ വിഗ്രഹാരാധക ഉത്സവങ്ങളും ആഘോഷങ്ങളും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നടത്തപ്പെടും. അവിശ്വാസികളും ദൈവത്തെ വെറുക്കുന്നവരും സക്രാരിയുടെ മുമ്പിലേക്ക് അൾത്താരകളിലേക്ക് ക്ഷണിക്കപ്പെടും. ഈ വിരുന്ന് ഒരു പുതിയ രീതിയിലുള്ള ദിവ്യകാരുണ്യ അനുഭവം ആയി പ്രഖ്യാപിക്കപ്പെടും. എൻ്റെ മക്കളെ, ഇപ്രകാരം എല്ലാ ദൈവമക്കളും അവരുടെ വിശ്വാസങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്നതിനായി ഒരുമിച്ച് ചേരും. എൻ്റെ അനുയായികളായ നിങ്ങൾ ദിവ്യകാരുണ്യത്തിലുള്ള എൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ആദരവ് കാണിക്കാൻ നിർബന്ധിക്കപ്പെടും. അവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത പക്ഷം നിങ്ങൾ ക്രിസ്തു വിരുദ്ധരാണെന്ന് ആരോപിക്കപ്പെടും. അങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണ് യേശുക്രിസ്തുവായ ഞാൻ ദുഷിക്കപ്പെടാൻ പോകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ നിഷ്കാസനം ചെയ്യാനായി വിദ്യാലയങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും അവർ ഇതേ കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങുന്നു. അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ക്രിസ്തീയ വിശ്വാസമാണ് സത്യം. അതുകൊണ്ട് അത് ആക്രമിക്കപ്പെടും. മറ്റൊരു മതവും ക്രൈസ്തവ വിശ്വാസത്തെ പോലെ അത്ര കഠിനമായ വെറുപ്പോടെ പരിഗണിക്കപ്പെടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്തെന്നാൽ ഈ നിർദ്ദിഷ്ടമായ അശുദ്ധീകരണ പ്രക്രിയയിൽ അറിഞ്ഞുകൊണ്ട് പങ്കാളികളാകുന്നവരുടെ ആത്മാക്കൾ അന്ധകാരത്തിൽ മുഴുകുകയും കാലാന്തരത്തിൽ അവർ തങ്ങളുടെ സ്വന്തം ആത്മരക്ഷയെ അവഗണിക്കുകയും ചെയ്യും എന്നതാണ്. എന്നെ ഒറ്റിക്കൊടുത്താൽ ഞാൻ ക്ഷമിക്കും, എന്നെ ദുഷിച്ചാലും ഞാൻ ക്ഷമിക്കും. എന്നാൽ നിങ്ങൾ എന്നെ ദുഷിക്കുകയും മൃഗത്തെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായി വേർപെടുന്നു. ആ അവസ്ഥയിൽ എൻ്റെ കരുണ സ്വന്തമാക്കുക എന്നത് നിങ്ങൾക്ക് അസാധ്യമായി തീരും. എൻ്റെ സഭ എതിർ ക്രിസ്തുവിൻ്റെ ആലയമായി മാറിയിരിക്കുന്നു. അത് പീഡനത്തിലൂടെ കടന്നു പോകുന്നു. ആ പീഡനവും വിനാശവും അശുദ്ധീകരണവും ഞാൻ വരുന്നതുവരെ തുടരുകയും ചെയ്യും. താനാണ് യേശുവായ ക്രിസ്തുവെന്ന് എതിർ ക്രിസ്തു ഉടൻ തന്നെ പ്രഖ്യാപിക്കും. തന്നിലൂടെയാണ് ലോകം രക്ഷപ്പെടുക എന്നും അവൻ പ്രഖ്യാപിക്കും. വ്യാജം സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾ സത്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തെ അവഗണിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള വഞ്ചനകളാണ്. അവൻ നിങ്ങളെ കെണിയിൽപ്പെടുത്തുകയും ചെയ്യും. ഒരിക്കൽ ആ കെണിയിൽ അകപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എതിർ ക്രിസ്തുവിനെ ഗാഢമായി ആരാധിക്കുന്ന ലോകരാജ്യങ്ങളിലെ ജനസഹസ്രങ്ങളെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. ദിവ്യസക്രാരികൾ അശുദ്ധമാക്കുന്നതുവരെയുള്ള കൊടിയ ദൈവദൂഷണങ്ങൾ എൻ്റെ ശത്രുക്കൾ ചെയ്യും. ഇത് സാധിച്ചു കഴിയുമ്പോൾ അവർ എതിർ ക്രിസ്തുവിന് ഉപവിഷ്ടനാകാനുള്ള സിംഹാസനം ഒരുക്കും. എൻ്റെ സഭയുടെ തലവനെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിർക്കുന്നവരെ അവർ നിർദാക്ഷിണ്യം നേരിടും. ദയയുടെ ഒരു കണിക പോലും അവരോട് കാണിക്കുകയില്ല. അബദ്ധ പ്രബോധനങ്ങൾ എന്നിൽ നിന്നല്ല വരുന്നതെന്ന് ഹൃദയത്തിൽ തിരിച്ചറിഞ്ഞ് അവയെ നിരാകരിക്കുന്നവരെ ഞാൻ സഹായിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് അധികാരാർത്ഥി ബാധിച്ചവരെയും എൻ്റെ നാമത്തിൽ കള്ളം പറയുന്നവരെയും പിടിയിൽ വീഴുകയോ സത്യത്തെ നിഷേധിക്കുകയോ ചെയ്യരുത്. ഒരു വശത്ത് ഞാൻ പരസ്യമായി നിഷേധിക്കപ്പെടുകയും എൻ്റെ വചനം വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മറുവശത്ത് വലിയ പരോപകാര പ്രവൃത്തികൾ ജനമധ്യത്തിൽ നടത്തി കാണിക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധരായിരിക്കും. അത് യഥാർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത് പിന്നീട് സൃഷ്ടിക്കുകയും അവസാനം എൻ്റെ വചനത്തെക്കുറിച്ച്, സത്യമായ ദൈവവചനത്തെക്കുറിച്ച് തന്നെ ആരും സംസാരിക്കാതെയാവുകയും ചെയ്യും.
എല്ലാ മതങ്ങളും ഒരിടത്ത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരപ്പെടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സത്യം പ്രഘോഷിക്കാൻ മനുഷ്യർ ഭയക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ക്രിസ്തു വിരുദ്ധരെന്ന് ആരോപിക്കും. ജനങ്ങളെ സത്യമായ ദൈവവചനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾ പാഷാണ്ഡതക്കാരായി മുദ്രകുത്തപ്പെടും. സത്യം വളച്ചൊടിക്കപ്പെടും. ദൈവവചനം തലതിരിച്ച് അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ഒന്നും വേണ്ടതുപോലെ ക്രമത്തിൽ ആയിരിക്കുകയില്ല. എൻ്റെ സഭയിൽ ഉടൻ തന്നെ നടപ്പിലാക്കപ്പെടാനിരിക്കുന്ന നിയമങ്ങളിൽ നല്ലതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ എത്ര തന്നെ മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമായാലും ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നവരും എൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവരും സഹിക്കേണ്ടി വരും. ഈ വ്യാകുലങ്ങളുടെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞാൻ നിങ്ങൾക്ക് തരും. ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ മാത്രമല്ല, എന്നെ ആരാധിക്കാത്തവരും എന്നെ അറിയാത്തവരുമടക്കം മറ്റനേകം പേരെയും വഞ്ചിക്കുന്നത് അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വഞ്ചകൻ പാഷാണ്ഡത പരത്തുകയും നിശ്ചയിച്ച സമയത്ത് ലോകത്തിനു വേണ്ടി ഒരു ഏകമതം കൊണ്ടുവരികയും ചെയ്യും. നരകത്തിൻ്റെ പ്രമാണം തന്നെയായ ഈ വ്യാജ സിദ്ധാന്തങ്ങളും പുതിയ വ്യാജ നിയമങ്ങളുമല്ലാതെ മറ്റൊരു വിശ്വാസവും പൊറുപ്പിക്കപ്പെടുകയില്ല.